എറണാകുളം കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്ത വ്യാപനം അതിരൂക്ഷമാവുകയാണ്. രോഗവ്യാപനം തുടരുന്ന വാർഡുകളിൽ പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് പുരോഗമിക്കുന്നു. 3 വാർഡുകളിലായി 29 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കളമശ്ശേരി നഗരസഭയിലെ 10, 12, 13 വാർഡുകളിലാണ് മഞ്ഞപ്പിത്ത വ്യാപനം. രോഗം സ്ഥിരീകരിച്ച 29 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 40ഓളം പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലുണ്ട്. കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കരുതൽ നടപടികളുമായി ആരോഗ്യവകുപ്പ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നമ്മുടെ നഗരസഭാ പരിധിയിൽ ഈ 3 വാർഡിലാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നിലവിൽ ഇത്തരം വ്യാപനമുള്ളത്. വ്യാപനം തടയുന്നതിന് വേണ്ടി ബോധവൽക്കരണവും ഇവിടെയുള്ള ഹോട്ടലുകളും ഹോസ്റ്റലുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളും പരിശോധിക്കുന്നുണ്ട്. കിണറുകളിൽ അടുത്ത 3 ദിവസം ക്ലോറിനേഷൻ നടക്കുന്നുണ്ട്. രോഗം പടർന്നതെന്ന് സംശയിക്കുന്ന ഗൃഹപ്രവേശ ചടങ്ങിനായി ഒത്തുകൂടിയവർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. നഗരസഭാ പരിധിയിൽ ചില ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കുൾപ്പെടെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. കരളിനെ ബാധിക്കുന്ന ഒരു പ്രധാന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം. വെള്ളത്തിലൂടെയും ആഹാര സാധനങ്ങളിലൂടെയുമാണ് ഈ രോഗം ഒരാളിലെത്തുന്നത്. പനി, കഠിനമായ ക്ഷീണം, സന്ധി പേശിവേദന, കണ്ണുകൾക്ക് മഞ്ഞനിറം, മൂത്രത്തിന് കടുത്ത മഞ്ഞനിറം, വിശപ്പില്ലായ്മ, ഛർദ്ദിക്കാനുള്ള തോന്നൽ എന്നിവയാണ് മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. മഞ്ഞപ്പിത്തം മാരകമായേക്കാവുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് സ്വയം ചികിത്സ അരുത്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക. രോഗലക്ഷണങ്ങൾ അവഗണിക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. വ്യക്തിശുചിത്വം പാലിക്കുക. വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്നുള്ള ശീതളപാനീയങ്ങൾ, ഭക്ഷണം എന്നിവ ഒഴിവാക്കുക. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നല്ലവണ്ണം കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക. ശുദ്ധമായ ഭക്ഷണം കഴിക്കുക. പഴകിയ ഭക്ഷണം കഴിക്കരുത്. മദ്യപാനം, പുകവലി എന്നിവ ഒഴിവാക്കുക. ഹെപ്പറ്റൈറ്റിസ് എ, ബി എന്നിവയ്ക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക. മഞ്ഞപ്പിത്തം ബാധിച്ചവരുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കുക. കിണർവെള്ളം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക. തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം ഒഴിവാക്കുക. ആഹാരത്തിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകുക. വെള്ളം അടച്ചു സൂക്ഷിക്കുക. രോഗിയിൽ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് 2 ആഴ്ച മുമ്പ് തന്നെ വൈറസ് പടർന്നു തുടങ്ങും. അതുകൊണ്ട് തന്നെ തനിക്ക് രോഗബാധ ഉണ്ടായെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവും മുമ്പ് തന്നെ അയാൾ രോഗബാധിതനായിരിക്കും. ആളുകൾ തിങ്ങിപ്പാർക്കുന്നയിടത്ത് വൈറസ് ബാധ തടയുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് പ്രതിരോധമാണ് പ്രധാനം. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.